ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പവർഫുൾ AI ടൂളിനെ കുറിച്ചാണ്. നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരൊറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് നടത്താം, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടർ ഷെയറിൻ്റെ ഡ്രീം ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആ ഫ്രീ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇതിലേക്കായിരിക്കും വരുന്നത്, ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റർ എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ റെക്കോർഡറാണ്. ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബറാണ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് സ്ക്രീൻ ആൻഡ് ക്യാമറ യൂസ് ചെയ്യാം, അതുപോലെ ഓഡിയോ വേണ്ടി മാത്രം യൂസ് ചെയ്യാം, അതുപോലെ ഗെയിമിന് വേണ്ടി നിങ്ങൾക്ക് അടിപൊളിയായിട്ട്, അതായത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഗെയിമിൻ്റെ ഇതിനകത്ത്, അതുപോലെ വീഡിയോ പ്രസൻറ്റേഷൻ, അതുപോലെ വിർച്വൽ ഓർഡറിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ AI കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഡെയിലി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്രീൻ ആൻഡ് ക്യാമറ എന്ന ഓപ്ഷനാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് എത്ര പോർഷൻ, അതായത് എന്തെല്ലാം പാർട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യണം അത് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് അത്ര പാർട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഫുൾ സ്ക്രീൻ ആണെങ്കിൽ ഫുൾ സ്ക്രീൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ മാത്രം മതിയെങ്കിൽ അത് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്, ഇതിനകത്ത് നിങ്ങൾക്ക് ക്യാമറ ഫേസ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ക്യാമറ മാത്രമായിട്ട്, നമുക്ക് ഫ്രണ്ട് ക്യാമറ മാത്രമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകണം. റെക്കോർഡ് ചെയ്യാത്ത രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് മൾട്ടി ടാബ് യൂസ് ചെയ്യാം, അതായത് വേറെ ടാബിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ ടാബ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടാബ് മാത്രമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മൾട്ടി ടാബാണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതായത് വേറെ ഒരു ടാബിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് റെക്കോർഡ് ആകുന്നതായിരിക്കും. അതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്കിപ്പം എന്തെങ്കിലും മാർക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാം, അതുപോലെ സ്കെച്ച് ചെയ്യണമെങ്കിൽ സ്കെച്ച് ചെയ്യാം, ഇറേസ് ചെയ്യണമെങ്കിൽ ഇറേസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ വണ്ടർ ഷെയറുടെ ഡ്രീം ക്രിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ഏത് കളർ വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത ശേഷം ഏത് ഒരു പോയിന്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായും അത് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇറേസ് ചെയ്യണമെങ്കിൽ ഇറേസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആരോടെ ചിഹ്നം, ഒരു സിമ്പിൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും ഇതിലൂടെ തന്നെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനിയിപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യും. ഇതിൻ്റെ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അത് വീഡിയോ എഡിറ്റിങ്ങിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വീഡിയോ എഡിറ്റിങ്ങിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ വീഡിയോ നമ്മളിപ്പം റെക്കോർഡ് ചെയ്ത ആ വീഡിയോ അതിനകത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം സാധാരണ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന, ഇപ്പം നിങ്ങൾ വണ്ടർ ഷെയറിൻ്റെ ഫിലിമോടൊക്കെ ഉണ്ട്, അതുപോലെ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ തീർച്ചയായും ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം നോർമലായിട്ട് മിക്ക വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഫംഗ്ഷൻ ഇതൊക്കെ സെയിം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അധികം പോകുന്നില്ല. എങ്കിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയാം. നമുക്കിതിനകത്ത് റെസൊല്യൂഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട വീഡിയോ ഏതാണോ അത് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ ഓഡിയോ സെപ്പറേറ്റ് ആയിട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഗ്രീൻ സ്ക്രീൻ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോയിലെ ഓരോ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്കിവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അതിനകത്ത് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഏത് ടെംപ്ലേറ്റ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്യാം. നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെംപ്ലേറ്റ്സ് ഉണ്ട്. അത് നിങ്ങളുടെ വീഡിയോക്കകത്ത് ആഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് പാൻ ആൻഡ് സൂം ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഓഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ഓപ്ഷനുണ്ട്, ഓഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ടെംപ്ലേറ്റ്സ് ഫ്രീ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഗ്രീൻ സ്ക്രീൻ, നിങ്ങൾ വീഡിയോയ്ക്കകത്ത് ഗ്രീൻ സ്ക്രീൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയ ബ്ലർ ചെയ്യണമെങ്കിൽ അത് ബ്ലർ ചെയ്യാം, മിറർ ചെയ്യണമെങ്കിൽ മിറർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒബ്ജക്റ്റ്സ്, അതായത് നിങ്ങളുടെ വീഡിയോക്കകത്ത് ഏതെങ്കിലും ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഓഡിയോ എഫക്റ്റ്. നിങ്ങൾക്ക് ഓഡിയോയിൽ എന്തെങ്കിലും എഫക്റ്റ് വരുത്തണമെങ്കിൽ ഫേഡ് ചെയ്യണമെങ്കിൽ ഫേഡ് ചെയ്യാം, അല്ലെങ്കിൽ നോയ്സ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്.
പിന്നെ നമുക്ക് ഇവിടെ പാൻ ആൻഡ് സൂം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് സൂം ചെയ്യണമെങ്കിൽ കറക്റ്റ് ഏരിയ സൂം ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻ. അതുപോലെ ട്രാൻസിഷൻ, ഒരുപാട് ട്രാൻസിഷൻ നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ സാധാരണ ഒരു വീഡിയോ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിലുള്ള എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൻ്റെ എന്ത് ക്വാളിറ്റിയിലാണ് നിങ്ങൾക്ക് വേണ്ടത്, ഔട്ട്പുട്ട് എന്ത് ക്വാളിറ്റിയിലാണ് വേണ്ടത്, അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്കിവിടെ നമ്മുടെ വീഡിയോയ്ക്കുള്ള അത് നേരെ നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരെ യൂട്യൂബിലേക്കും ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ലൊരു ഇതാണ്. വണ്ടർഷെയറുടെ ഒരുപാട് ഇതുണ്ട്. വണ്ടർഷെയറുടെ വിബ്രോ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. AI അവതാർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് വണ്ടർഷെയർ വിബ്രോ. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ AI അവതാർ നമുക്ക് എത്ര വേണമെങ്കിലും AI അവതാർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് AI അവതാർ നിങ്ങൾ AI ഉപയോഗിച്ചാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും AI അവതാർ നിങ്ങൾക്ക് അതിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് നമ്മുടെ വീഡിയോ, അതായത് നേരത്തെ നമ്മൾ സിസ്റ്റത്തിൽ കിടക്കുന്ന വീഡിയോ നമുക്ക് ഇതിനകത്തൂടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് മാത്രമല്ല നമുക്കല്ലാതെയും നോർമലായിട്ടുള്ള വീഡിയോസും ഇതിനകത്തൂടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. AI കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും.